സ്വദേശിനി കീർത്തനയുടെ അതായത് 20 വയസ്സുള്ള പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ ആൺ സുഹൃത്ത് ആദിദേവിനെയും പിതാവ് പോലീസുകാരനുമായ KP അനീഷിനെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കി തന്നെ കേൾക്കുകയാണ്. ഇപ്പോൾ 20 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് കുരുക്കിട്ട ചിത്രങ്ങൾ അയച്ചിരുന്നുവെന്നും ഇത് പോലീസിന്റെ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരോപണം തന്നെ പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ആത്മഹത്യകൾ നടക്കുമ്പോൾ ഒരു വിധത്തിലെല്ലാം തന്നെ നമുക്ക് തടുക്കാൻ പറ്റുന്നതാണ് എന്നും അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പല സിസ്റ്റവും വീക്കാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടി ഇതിനു മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചതായി തന്നെ വാർത്ത ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട പല അന്വേഷണവും ഇപ്പോൾ രംഗത്ത് വരികയാണ് എന്ന് തന്നെ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പെൺകുട്ടി കൈമലർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെയും മകന്റെയും വഞ്ചനയാണ് മകളുടെ ജീവൻ എടുത്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പെൺകുട്ടി ഫാനിൽ കയർ കുരുക്കിയ ചിത്രം അയച്ചു നൽകിയിരുന്നുവെന്നും അത് മുന്നറിയിപ്പായി പോലും കണ്ടില്ല എന്നതുമാണ് ഇപ്പോൾ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫോൺ പരിശോധിക്കുമ്പോൾ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ മനസ്സിലാകുന്നത് എന്നതുകൂടി വ്യക്തമാവുകയും ചെയ്യുന്നു. +1 മുതൽ പ്രണയത്തിലായിരുന്ന ആദിദേവ് മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായത് കീർത്തനയെ മാനസികമായി തകർത്തുകയായിരുന്നു എന്ന് പറയാം. മുൻപ് കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ കൗൺസിലിംഗിലൂടെയാണ് കുടുംബം തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ തുടർന്ന് ബാംഗ്ലൂരിൽ പഠനം തുടങ്ങവേ ആദിദേവ് വീണ്ടും പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നീട് പൂർണ്ണമായി ബന്ധം ഉപേക്ഷിക്കുകയുമായിരുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് കാണിച്ച് കീർത്തന ആദിദേവിന്റെ അച്ഛനായ KP അനീഷിന് വാട്സപ്പിൽ ശബ്ദ സന്ദേശവും ചിത്രങ്ങളും അയച്ചിരുന്നു. എന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കിയതുപോലെയാണിത്, എനിക്ക് ആദിയില്ലാതെ ജീവിക്കാനാകില്ല എന്നായിരുന്നു ആ സന്ദേശം. ഏപ്രിൽ 17 അയച്ച സന്ദേശത്തിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി ചികിത്സയിലിരിക്കെ പിന്നീട് ആ മാസം അവസാനം തന്നെ മരിച്ചു. ഇത്രയും ഗുരുതരമായ സന്ദേശം ലഭിച്ചിട്ടും പോലീസുകാരൻ വീട്ടുകാരെ വിവരമറിയിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയം. പെൺകുട്ടി മരിച്ച മാസങ്ങൾ കഴിഞ്ഞാണ് ആദിദേവിനെ പോലീസ് പ്രതി ചേർത്തതും പ്രതിയെ മുൻകൂർ ജാമ്യ അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ തന്നെ അറസ്റ്റ് വൈകുന്നതിലും പേരാമ്പൂർ DYSP നിലപാടിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നു. തിലങ്കേരി സ്വദേശി കീർത്തന ജീവനൊടുക്കിയതിലാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. +1 കാലം മുതൽ കീർത്തനയുമായി അടുപ്പത്തിലായിരുന്നു മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള ആദിദേവ്. അങ്ങനെ കുടുംബത്തിനെതിരെയാണ് പരാതി. ഇവരുടെ ബന്ധം വഷളാകുന്നതിനിടെ 2 തവണ കീർത്തന ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ആദിദേവ് ബന്ധം ഒഴിവാക്കിയതോടെയായിരുന്നു ആത്മഹത്യ ശ്രമമെന്നും കുടുംബം പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം കീർത്തന ആദിദേവിന്റെ പിതാവ് അനീഷിനെ അറിയിച്ചിരുന്നു. വിവരങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയായ അനീഷ് മറച്ചുവെച്ചാണ് കീർത്തനയുടെ കുടുംബത്തിന്റെ ആരോപണം തന്നെ പുറത്തുവരുന്നത്.